ஒரு நாள் வாழ்ந்த ஒரு யுகம் வாழ்ந்த திருப்தி எனக்கு இருந்திருக்கும். ஆனா எனக்கு அது கொடுத்து வைக்கல. நீ அழுது அழுது எழுதிருக்க. எவ்வளவு வேதனை இருந்தா நீ அப்படி எழுதிருப்ப. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. കേട്ടുകൊണ്ടിരിക്കുന്നത് സില്ലിനൊരു കാതലിലെ ഒരു ഡയലോഗ്. நான் ஒண்ணு மட்டும் லவ் பண்ணல கௌதம். உன்னோட ஆசைய, உன்னோட கனவை, உன்னோட உணர்வை எல்லாத்தையும் சேர்த்துதான் லவ் பண்றேன். അവളുടെ കൂടെ ഒരു ദിവസം ജീവിച്ച 100 വർഷം ജീവിക്കുന്ന മാതിരിയാണ് അവൻ എഴുതിയിരുന്നു. ജ്യോതിക പറയുന്നത്, ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമല്ല, നിന്റെ ആശകളെ, നിന്റെ കനവുകളെ, നിന്നെ മുഴുവനായും. എത്ര വേദനയോടെയായിരിക്കും നീ അത് എഴുതിയേ. അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുവെന്ന്. ഒരു ട്രൂ ലവറിന് മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. ഇഷ്ടപ്പെടുന്ന ആ ആളെ അയാളായി തന്നെ, അയാളെ മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ അതിനവിടെ യഥാർത്ഥ സ്നേഹം തന്നെ വേണം. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ஏதாவது ஒரு நிமிஷம் இது நடக்கல நீ மனசுல நினைச்சிட்டா நான் கூட வாழ்ந்ததுக்கு അർത്ഥമേ ഇല്ലാമ പോയിടും. ഭൂമികയുടെ കൂടെ ജീവിക്കണമെന്ന് ഒരിക്കലെങ്കിലും അവൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതാക്കുമെന്ന്. No guilty conscience. Can anybody do that? കല്യാണം കഴിച്ച ആ പുരുഷനെ അവന്റെ പഴയ കാമുകിയെന്ന് പറയാനാവില്ല. അവൻ ആദ്യം വിവാഹം ചെയ്തത് ഭൂമികയാ. ആ ഒരു ഒപ്പിന് ശേഷമാണ് അവർ വേർപിരിയുന്നത്. ഒരു രാത്രിയിലേക്ക് അവർക്ക് 2 പേർക്ക് മാത്രമായിട്ട് ആ വീട് വിട്ടുകൊടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഇത് ചെയ്യുന്നല്ലേ. പണ്ട് 100 പ്രണയം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ സ്വന്തമായ പിന്നെ ആ ജീവിതത്തിലേക്ക് ആരും കടന്നു വരാൻ നമ്മൾ സമ്മതിക്കില്ല. അത്രയും സെൽഫിഷാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ അതാണ് പ്രണയം അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മൈ ഡിയർ കുന്ദവി, താങ്ക്സ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. நீ கௌதம் என்கிட்ட விட்டுட்டு போகும்போது உன் பார்வையில இருந்த பரிதவிப்பு ஒரு பொண்ணா என்னால உணர முடியும். நீ எனக்கும் கௌதம்க்கும் ஒரு நாள் தந்துட்டு போன. ஆனா எங்களுக்கு தேவைப்பட்டது 1 மணி நேரம் தான். 40 நிமிஷம் மௌனம், 10 நிமிஷம் உபசரிப்பு, 10 நிமிஷம் பேச்சு. பேசின 10 நிமிஷத்துலயும் அவர் வாயிலிருந்து வந்த வார்த்தை எல்லாம் குந்தவி குந்தவி குந்தவி. நான் புரிஞ்சுக்கிட்டேன். நான் அடுத்த ஜென்மத்திலையும் கௌதம லவ் பண்ணணும். ஆனா ஐஷுவா അല്ല, കുന്തവിയാ പിറന്ന് ലവ് பண்ணணும். ഭൂമിക്ക് സൂര്യ ഒരുപാട് പ്രണയിച്ചിരുന്നു. അതാ കാലത്ത് ആ ബന്ധം വിവാഹം വരെ എത്തുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്ന് അവർ പിരിയുക. പിന്നീടാണ് അവന്റെ ജീവിതത്തിലേക്ക് ജ്യോതിക കടന്നു വരുന്നത്. പിന്നെ അവൻ അവനെ തന്നെ ജ്യോതികയ്ക്ക് കൊടുക്കുക. അവൻ സ്നേഹിച്ചത് ജ്യോതികയാണ്. ഇപ്പോഴും അവൻ പ്രണയിക്കുന്നത് ജ്യോതികയെ തന്നെ. ജീവനത്തിലും സ്നേഹിച്ച ആ പെണ്ണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പോലും ജ്യോതികയെ മറക്കാനായിട്ട്, ഒരു നിമിഷത്തേക്ക് പോലും അവളില്ലാതെ ജീവിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല. I really don't know if it is actually possible in real life. But yeah, this is what love is all about, right? Stay tuned to Love Bites on Club FM with Reenu. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. நான் உன்கிட்ட எத்தனையோ தடவை கேட்டிருக்கேன், நீ யாரையாவது லவ் பண்ணிருக்கியான்னு. எவ்வளவு பெரிய விஷயம் நடந்திருக்கு, என்கிட்ட சொல்லும் தோணல. You are tuned to Kerala's number 1 FM, Club FM. This is Love Bites with Reenu. குந்தவி, ஒரு பொண்ணு எதை வேணாலும் தாங்கிப்பா. ஆனா நான் புருஷனோட காதல இன்னொரு பொண்ணு പങ്കു പോறத எந்த பொண்ணாலையும் താങ്ങിக்க முடியாது. ഒരു പെണ്ണ് പല കാര്യങ്ങളും സഹിക്കുമായിരിക്കും. ഇത് പക്ഷേ അല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് നമ്മളൊക്കെ പൊസസീവാണ്.
അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാ. പക്ഷെ അയാൾ നമ്മുടേത് മാത്രമായിരിക്കണം. ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയാ അല്ലേ? ഇഷ്ടപ്പെടുന്നയാളുടെ ഒരു വേദന പോലും നമ്മൾ താങ്ങില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന റീനു ഇസ് സൈനിങ് ഓഫ്. ഐ വിൽ ബി ബാക്ക് ഓൺ നെക്സ്റ്റ് മൺഡേ. അപ്പോഴത്തേനും എൻ്റെ തൊണ്ടയും എൻ്റെ അസുഖമൊക്കെ മാറായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ടൺ കണക്കിന് റൊമാൻസ്.